നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നാസ് മ്യൂസിക് മൊമെന്റ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വിയറ്റ്നാം യാത്ര നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് സഹകരിച്ചു, ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ടാണ് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇത്തവണ പുറത്തേക്കല്ല ഞാൻ പോകുന്നത്, ബോംബെയിലേക്കാണ്. അവിടെ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളും പ്രോഗ്രാമിൻ്റെ പറ്റുമെങ്കിൽ അല്പസ്വല്പം പാട്ടുകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അടുത്ത വീഡിയോയിൽ വരും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയാണ്. താങ്ക് യു. അങ്ങനെ നമ്മൾ വീണ്ടും ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. കണ്ണൂരിൽ ട്രെയിൻ യാത്ര പുറപ്പെട്ടു മുംബൈയിലേക്കുള്ള യാത്രയിലാണ്. വിയറ്റ്നാമിലെ വിജയകരമായ യാത്രയ്ക്ക് ശേഷം തിരിച്ച് നാട്ടിലെത്തി വീണ്ടും ഇന്ന് ഞങ്ങൾ 11 മണിക്ക് കണ്ണൂരിൽ യാത്ര പുറപ്പെട്ടു. ടീം അമ്മ മ്യൂസിക് ഇവൻസിനൊപ്പം നമ്മുടെ മനോജുണ്ടിൻ്റെ, റാസിയുണ്ട്, നിയാസിൻ്റെ. അപ്പം പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം അടിപൊളിയല്ലേ? അപ്പൊ വീണ്ടും ഞങ്ങൾ നമ്മളങ്ങനെ യാത്ര തുടരുകയാണ്. ട്രെയിനിലാണ്. ഇത് അശ്വതി ഫുഡ് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇവിടെ നിന്ന് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. മനോജിൻ്റെ അപാരമായ സപ്ലൈ ആണ്. ബിരിയാണിയാണ് ഉച്ചക്കത്തെ ഫുഡ് ഇന്നത്തെ. ഞങ്ങൾ മുംബൈയിലേക്ക് പോകുന്ന വഴി കാൻവാർ കഴിഞ്ഞിട്ട് ഉള്ള ഒരു പ്രദേശമായിരുന്നു. കാരണം നല്ലൊരു കേരളത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന ഒരു പ്രദേശം. ട്രെയിനിന് നല്ലൊരു വ്യൂ ആണ്, നല്ല രസമുണ്ട് കാണാൻ. കടലോര തീരം മനസാക്ഷികൾ ഓരോ അലമാലയായി ജലശംഖു പുഷ്പം ചൂടും കടലോര തീരം മനസാക്ഷികൾ ഓരോ കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണിനും കണ്ണേതോ കൂട്ടനാൾ പതു തേടിപ്പോയി നീലേ താനേ കളിരാർന്ന പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു. അങ്ങനെ ഞങ്ങൾ മുംബൈ LTT സ്റ്റേഷനിൽ ഇറങ്ങി. ഇപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ടാവും. ഇന്നലെ ഏകദേശം ഇതേ സമയത്താണ് ഞങ്ങൾ കയറിയത്. ഇവിടെ ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ്. ഇവിടെ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് നമ്മുടെ വണ്ടി ഇവിടെ എത്തും. നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോകും. ഇവിടെ നല്ല മഴ പെയ്യാണ്. ഞങ്ങളങ്ങനെ എല്ലാവരും ഇവിടുന്ന് ഒരു ബസ്സിൽ കയറി. നമ്മൾ ഡാൻസ് ടീം ഉണ്ടായിരുന്നു, ഓർക്കസ്ട്ര ടീം, സിംഗേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ബസ്സിൽ കയറിയിട്ട് പ്രോഗ്രാം സ്ഥലത്തേക്ക് ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ടെന്നാണ്. നമുക്ക് നല്ലൊരു അടിപൊളി ബസ് കിട്ടി. ബസ്സിലായിരുന്നു നമ്മളെല്ലാവരുടെയും യാത്ര. പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. രാവിലെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. 8 മണിക്കാണ് നമ്മുടെ ട്രെയിൻ. ബാംഗ്ലൂരിലേക്കാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. പ്രോഗ്രാം ബാംഗ്ലൂരാണ് നാളെ. ഇങ്ങനെ ഒരു കൂടിയുള്ള ഒരു റോഡ് വഴിയുള്ള ഒരു യാത്രയാണ്. ഏകദേശം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ടുണ്ട്.
മുംബൈയിൽ CST റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 8:10 ട്രെയിൻ ബാംഗ്ലൂർ. നാളെ ബാംഗ്ലൂരാണ് പ്രോഗ്രാം. ഇവിടുന്ന് 8:10 ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ കയറും. ഞങ്ങൾ CST റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചായ കുടിക്കുകയാണ്. ഞാനും മാഷും നമ്മുടെ ജയിനും ഉണ്ട്. രാവിലത്തെ ഒരു ചായ ഇതാ. ഞങ്ങളുടെ ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട്. സുശാന്തും ഇവർക്ക് അവിടെ നിൽക്കുന്നുണ്ട്. ചായ അവർക്ക് ചായ കിട്ടിയില്ലെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യമേ കിട്ടി. നമ്മുടെ ട്രെയിനാണ് കിടക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാനും റാസിക്കും ട്രെയിനിൽ കയറാൻ വേണ്ടി അങ്ങനെ അങ്ങോട്ട് നമ്മൾ ഉദ്യാൻപൂർ എക്സ്പ്രസ്സിൽ റിസർവേഷൻ സീറ്റിൽ വന്ന ആൾക്കാരാണ്. ഇവിടെ ഒരു കട ഉണ്ട്. ഇവിടുത്തെ അവസ്ഥ ഉണ്ട്. റിസർവേഷൻ കമ്പാർട്ട്മെൻ്റ് ആണ്. പക്ഷേ ഇത് ജനറൽ കമ്പാർട്ട്മെൻറ്റിനേക്കാളും ദുരിതം. ഞങ്ങൾ മുംബൈയിലെ പ്രോഗ്രാമിന് ശേഷം നേരെ ബാംഗ്ലൂരിൽ വന്ന് ഇറങ്ങിയിട്ടില്ല. ബാംഗ്ലൂരിൽ ഇന്ന് വൈകിട്ടത്തെ പ്രോഗ്രാം സ്ഥലത്തേക്ക് ഞങ്ങളിങ്ങനെ പോകുന്നത് 2 വണ്ടിയിലാണ് പോകുന്നത്. ഞങ്ങൾ 2 പ്രീപെയ്ഡ് ടാക്സി എടുത്ത് മുമ്പിലത്തെ ഒരു വണ്ടി, ഈ മഞ്ഞ വണ്ടി നമ്മുടെയാണ്. പിന്നെ അതുപോലെ മറ്റൊരു വണ്ടിയും കൂടി എടുത്ത് ഞങ്ങൾ നേരെ വൈകിട്ടത്തെ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോവുകയാണ്. കേർപുര എന്ന സ്ഥലത്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ബാംഗ്ലൂരിലത്തെ പരിപാടിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.